ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. അപ്പോൾ ഇനി നമ്മൾ കാണിക്കാൻ പോകുന്നത് പെറ്റിക്കോട്ടാണ് കേട്ടോ. അപ്പോൾ പെറ്റിക്കോട്ട് അറിയാത്തവരാരും ഉണ്ടാവില്ല അല്ലേ? എല്ലാവർക്കും പെറ്റിക്കോട്ട് തയ്ക്കാൻ അറിയാം. പക്ഷേ അതിൻ്റെ പ്ലീറ്റിൻ്റെ കാൽക്കുലേഷനും കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് എടുത്ത് തയ്ക്കാൻ അറിയാത്തവർക്കായിട്ടാണ് ഞാൻ ഈ വീഡിയോ ഇടുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ ആദ്യം ഇതിൻ്റെ മെഷർമെൻറ്റ് ഞാൻ എടുത്ത് മെഷർമെൻറ്റ് ഇതിൽ നോട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിനനുസരിച്ചാണ് നമ്മളിവിടെ സ്റ്റിച്ച് ചെയ്യുന്നത്. അപ്പോൾ ഇതിന് നിങ്ങൾക്ക് എത്രയാണോ മെഷർമെൻറ്റ് അത് കറക്റ്റായിട്ട് എടുത്തിട്ട് അതിനനുസരിച്ച് സ്റ്റിച്ച് ചെയ്താൽ മതി. ഇപ്പം ഞാനിതിൻ്റെ ലെങ്ത്താണ്, ഇതിൻ്റെ ഫുൾ ലെങ്ത് നമ്മൾ എടുത്തുള്ളത് 30 ഇഞ്ചാണ്. ഒരു പെറ്റിക്കോട്ടിന് വേണ്ടിയിട്ടുള്ള തുണി എത്ര മീറ്റർ എടുക്കണം എന്ന് അറിയാത്തവർക്ക് ഞാൻ പറഞ്ഞുതരാം. ഇപ്പം നമുക്കൊരു ഫുൾ ലെങ്ത് 30 ഇഞ്ചാണെങ്കിൽ അതിൻ്റെ കൂടെ ഒരു 5 ഇഞ്ച് ആഡ് ചെയ്യുക. അതിൻ്റെ കൂടെ ഒരു 5 ഇഞ്ച് ആഡ് ചെയ്തിട്ട് അതിൻ്റെ 2 ഇരട്ടി അത്ര വേണം തുണി. അപ്പോൾ അതിൻ്റെ 2 ഇരട്ടി എത്രയാണോ അത് നമ്മൾ മീറ്റർക്ക് കൺവേർട്ട് ചെയ്തിട്ട് എത്ര മീറ്റർ വേണം എന്നുള്ളത് നമുക്ക് മുറിച്ചെടുക്കാം. ഇനി ഞാനിതിൻ്റെ കട്ടിങ് ഞാൻ പറയാം. അപ്പോൾ നമുക്ക് ആദ്യം 30 ഇഞ്ചാണ് കുട്ടിക്ക് ലെങ്ത്ത് ഉള്ളത്. നമ്മൾ യോക്ക് ലെങ്ത്ത് അളവെടുത്തിട്ടുള്ളത് 11 ഇഞ്ചാണ്. അപ്പോൾ നമ്മൾ ആദ്യം 11 ഇഞ്ച് മാർക്ക് ചെയ്യാം. ടോട്ടൽ ലെങ്ത്താണ് 30 ഇഞ്ച്, യോക്ക് ലെങ്ത്ത് 11 ഇഞ്ചാണ്. അപ്പോൾ നമുക്ക് ഒരു ക്ലോത്ത് എടുത്ത് അത് നമുക്ക് രണ്ടായിട്ട് മടക്കി നാലായിട്ട് മടക്കി നമ്മൾ നാലായിട്ട് മടക്കി. ഇനി നമുക്കിതിൻ്റെ ലെങ്ത്ത് മാർക്ക് ചെയ്യാം. ലെങ്ത് വരുന്നത് 11 ഇഞ്ചാണല്ലേ. അപ്പോൾ നമുക്ക് 11 ഇഞ്ച് കൂടെ ഒരു ഇഞ്ച് കൂടെ ആഡ് ചെയ്യണം, 12 ഇഞ്ച്. അതായത് തയ്യൽ തുമ്പാണ്, മുകളിലോട്ടും താഴത്തോട്ടുള്ള തയ്യൽ തുമ്പാണ് 12 ഇഞ്ച്. അത് നമ്മൾ മാർക്ക് ചെയ്തിട്ട് ഇങ്ങനെ ഒരു ലൈൻ വരഞ്ഞു കൊടുക്കാം. നമ്മൾ എപ്പോഴും ഷോൾഡർ മാർക്ക് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ബാക്ക് നെക്കിൻ്റെ ലെങ്ത്ത് എത്രയാണോ അതിനനുസരിച്ചിട്ട് വേണം നമ്മൾ ഷോൾഡർ മാർക്ക് ചെയ്യാൻ. അതായത് ഒരു 4 ഇഞ്ച് കൂടുതൽ ബാക്ക് ലെങ്ത്ത് ഉണ്ടെങ്കിൽ നമുക്ക് 1/2 ഇഞ്ച് ഷോൾഡർ കുറച്ചിട്ട് വേണം നമ്മൾ മാർക്ക് ചെയ്യാൻ. 4 ഇഞ്ച് വരെ ഓക്കെയാണ്. 4 ഇഞ്ച് വരെ ബാക്ക് ലെങ്ത്ത് ഉള്ളവർക്ക് നമുക്ക് സാധാരണ നമ്മൾ എടുക്കുന്ന ഷോൾഡറിനെ എടുക്കാം. അതായത് 4 ഇഞ്ചിനേക്കാളും കൂടുതൽ ഇറക്കമുള്ളവർക്കാണെങ്കിൽ ഷോൾഡറിൽ നിന്നും നമ്മൾ 1/2 ഇഞ്ച് വീതം കുറയ്ക്കണം. ലെങ്ത്ത് ഇറക്കം കൂടുന്നതിനനുസരിച്ച് നമ്മൾ കുറക്കണം. ഒരു 6 ഇഞ്ച് 7 ഇഞ്ച് ആ ഭാഗമൊക്കെ വരികയാണെങ്കിൽ ഒരു 3/4 ഇഞ്ച് 1 ഇഞ്ച് വരെയൊക്കെ നമ്മൾ കുറയ്ക്കണം. അപ്പോൾ നമ്മൾ ഇപ്പം 4 ഇഞ്ച് വരെ നമുക്ക് എന്ത് ചെയ്യാം, എടുത്ത ഷോൾഡറിൻ്റെ മതി, അതിൽ കുറയ്ക്കൊന്നും വേണ്ട. അപ്പോൾ നമ്മളിപ്പോൾ എടുത്തിട്ടുള്ളത് 11 ഇഞ്ചാണ് ഷോൾഡർ അളവ്. അപ്പോൾ നമുക്കതിൻ്റെ പകുതി 5.5 ഇഞ്ച് എടുത്തു. ഷോൾഡറിൻ്റെ പകുതി നമ്മൾ 5.5 ഇഞ്ച് എടുത്തു. അതേ 5.5 ഇഞ്ചിന് നമ്മൾ ഇവിടെയും മാർക്ക് ചെയ്തു. എന്നിട്ട് നമ്മൾ അതൊന്ന് ലൈൻ വരച്ചു കൊടുക്കാം. ലൈൻ വരഞ്ഞു. അതേപോലെ തന്നെ ഇവിടേക്കും നമ്മൾ ലൈൻ വരഞ്ഞു. അഞ്ചര ഇഞ്ച് നമ്മൾ ലൈൻ വരഞ്ഞു. അപ്പോൾ നമ്മളൊരു ലൈൻ കൊടുത്തിട്ടുണ്ട് 5.5 ഇഞ്ചിൽ. ഇനി നമുക്ക് വേണ്ടത് ചെസ്റ്റിൻ്റെ അളവാണ്. ഇപ്പോൾ നമ്മൾ ചെസ്റ്റ് മാർക്ക് ചെയ്യാം. ചെസ്റ്റ് അളവ് നമുക്ക് വരുന്നത് 25 ഇഞ്ചാണ്. അപ്പോൾ 25ൻ്റെ 4/1 ഭാഗം എടുക്കണം. അപ്പോൾ നമ്മൾ 25ൻ്റെ 4/1 ഭാഗം എന്ന് പറയുമ്പോൾ 6.25 വരും. അപ്പോൾ നമ്മളിവിടെ 6.25 മാർക്ക് ചെയ്തു. ഇനി നമുക്കൊരു 1/2 ഇഞ്ച് ലൂസിന് വേണ്ടി മാർക്ക് ചെയ്യാം. 1 ഇഞ്ച് നമ്മൾ തയ്യൽ തുമ്പ് മാർക്ക് ചെയ്തു. അപ്പോൾ നമ്മൾ 6.25 എടുത്തു. അതിൻ്റെ കൂടെ 1/2 ഇഞ്ച് ലൂസിന് മാർക്ക് ചെയ്തു, 1 ഇഞ്ച് തയ്യൽ തുമ്പ് മാർക്ക് ചെയ്തു. ഇനി നമുക്ക് ഇതിൻ്റെ ആം ഹോൾ കർവ് മാർക്ക് ചെയ്യാം. ആം ഹോൾ കർവ് മാർക്ക് ചെയ്യുമ്പോൾ നമ്മൾ ഈ ലൂസ് മാർക്ക് ചെയ്ത് ഇവിടെ നിന്ന് വേണം ആം ഹോൾ കർവിൽ ഇങ്ങനെ വെച്ചിട്ട് നമ്മൾ ഇങ്ങനെ മാർക്ക് ചെയ്യണം. അപ്പോൾ നമ്മൾ ആം ഹോൾ കർവ് മാർക്ക് ചെയ്തു. ഇനി നമുക്ക് ഇവിടെ നിന്ന് ഒരു 1/2 ഇഞ്ച് തയ്യൽ തുമ്പ് നമ്മൾ കൊടുക്കണം. നമ്മളിവിടെ പെറ്റിക്കോട്ട് ആയതുകൊണ്ട് നമ്മളോട് സ്ലോപ്പ് കൊടുക്കുന്നില്ല. ഇവിടെ നിന്ന് നമുക്ക് ആം ഹോൾ റൗണ്ട് കിട്ടിയിട്ടുള്ളത് എത്രയാണ്? ആം ഹോൾ റൗണ്ട് നമുക്ക് 12 ഇഞ്ചാണ് ആം ഹോൾ റൗണ്ട് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് ഇതുവരെയ്ക്കും 12 ഇഞ്ച് ഉണ്ടോ എന്ന് നോക്കണം. അപ്പോൾ നമ്മൾ തയ്യൽ തുമ്പ് മാർക്ക് ചെയ്തു. അതിൻ്റെ ബാക്കി നമ്മളിവിടെ 12 ഇഞ്ച് ഉണ്ടോ എന്ന് ചെയ്യണം. അപ്പോൾ നമുക്കിവിടെ 12 ഇഞ്ച് കുറവാണെങ്കിൽ നമ്മൾ എപ്പോഴും സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് നമ്മൾ ആം ഹോൾ കർവ് കറക്റ്റായിട്ട് ഉണ്ടോ നോക്കിയിട്ട് വേണം സ്റ്റിച്ച് ചെയ്യാൻ. അപ്പോൾ നമ്മൾ 12 ഇഞ്ച് ആം ഹോൾ കർവ് ഉണ്ടോ നോക്കണം. അപ്പോൾ ഇവിടെ കുറച്ച് കുറവുണ്ട്. അപ്പോൾ നമുക്ക് ഒരു 1/4 ഇഞ്ചും കൂടെ ഇറക്കി നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കണം. നമ്മൾ 5.5 എടുത്തത് ഒരു 5.25 എടുത്തിട്ട് നമ്മൾ മാർക്ക് ചെയ്യാം. നമ്മൾ ആദ്യമേ ഇവിടെ മാർക്ക് ചെയ്തതുണ്ട്. അപ്പോൾ അത് നമുക്ക് വെച്ചിട്ട് ആം ഹോൾ കർവ് വരഞ്ഞു കൊടുക്കാം. നമുക്ക് ഇവിടെ നിന്ന് ഇങ്ങനൊരു കർവ് കൊടുക്കാം.
നമ്മൾ ജസ്റ്റ് അതിൻ്റെ കുറച്ചും കൂടെ താഴത്തോട്ടായിട്ട് നമ്മളിത് മാർക്ക് ചെയ്ത് കൊടുത്തു. ഇനി നമുക്ക് അളന്ന് നോക്കാം. കറക്റ്റ് 6 ഇഞ്ച്, നമുക്ക് കറക്റ്റ് 6 ഇഞ്ച് കിട്ടിയിട്ടുണ്ട്. നമ്മൾ ആം ഹോൾ റൗണ്ട് കറക്റ്റ് ആണോ നോക്കിയിട്ട് വേണം നമുക്കിവിടെ മാർക്ക് ചെയ്യാൻ. ഇനി നമുക്ക് വേണ്ടത് വേസ്റ്റിൻ്റെ റൗണ്ടാണ്. ഇപ്പോൾ വേസ്റ്റ് ലെങ്ത് നമ്മൾ 12 എടുത്തിട്ടുണ്ട്. ഇനി വേസ്റ്റ് റൗണ്ട് നമ്മൾ എത്രയാണ് നമുക്ക് വേസ്റ്റ് റൗണ്ട് കിട്ടിയിട്ടുള്ളത്? നമുക്ക് 23 വേസ്റ്റ് റൗണ്ട് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ 23ൻ്റെ പകുതി നമ്മൾ എടുക്കണം. 23ൻ്റെ 4 ഭാഗം, 23 ഹരിക്കണം 4, നമുക്ക് 5.25 കിട്ടിയത്. അപ്പോൾ നമുക്കിവിടെ 5.25 മാർക്ക് ചെയ്തു. പ്ലസ് 1/2 ഇഞ്ച് ലൂസും പ്ലസ് 1 ഇഞ്ച് തയ്യൽ തുമ്പും ഇങ്ങനെ നമുക്ക് കിട്ടി. ഇവിടെ നമുക്ക് എന്നിട്ട് നമുക്ക് ഇതിങ്ങനെ ഒരു മാർക്ക് ചെയ്ത് കൊടുക്കാം. ഇവിടെയും അതേപോലെ മാർക്ക് ചെയ്ത് കൊടുക്കാം. അപ്പോൾ മാർക്ക് ചെയ്തു. ഇനി നമുക്ക് നെക്ക് മാർക്ക് ചെയ്യാം. നമുക്ക് നെക്കിൻ്റെ വിഡ്ത്ത് അറിയാൻ ഞാൻ മുന്നേ പറഞ്ഞിട്ടുണ്ട്. ചെസ്റ്റ് അളവിൻ്റെ 12 ഭാഗം എടുത്താൽ മതി നെക്കിൻ്റെ വിഡ്ത്ത് അറിയാൻ. ചെസ്റ്റ് അളവ് നമുക്ക് 25 അപ്പോൾ ഹരിക്കണം 12 വരുമ്പോൾ നമുക്ക് 2.8 അപ്പോൾ 2 എടുക്കാം നമുക്ക്. അപ്പോൾ നമുക്ക് 2ൻ്റെ ഒരു 1/4 ഇഞ്ച് കുറച്ച് മാർക്ക് ചെയ്യാം. 1/4 ഇഞ്ച് തയ്ച്ച് പോകും. അപ്പോൾ നമ്മൾ 1/4 ഇഞ്ച് കുറച്ച് 1.25 നമ്മൾ മാർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ 1.25 നെക്ക് വിഡ്ത്ത് മാർക്ക് ചെയ്തു. ഇനി നമുക്ക് നെക്കിൻ്റെ ലെങ്ത്ത് മാർക്ക് ചെയ്യുന്നത് നമ്മൾ 4 ഇഞ്ചാണ്. 4 ഇഞ്ച് നമ്മളുടെ ലെങ്ത്ത് മാർക്ക് ചെയ്തു. നമ്മളൊരു ബോക്സ് ആക്കി വരച്ചു. ഇനി നമുക്ക് ഇങ്ങനെ നമ്മൾ റൗണ്ട് ചെയ്ത് കൊടുത്തു. അപ്പം നമ്മൾ ഇതാ മാർക്ക് ചെയ്തു. ഇനി നമുക്ക് കട്ട് ചെയ്ത് വെക്കാം. ഇപ്പം നമ്മളിത് പെറ്റിക്കോട്ട് ആയതുകൊണ്ട് ബാക്കും ഫ്രണ്ടും ഒരേപോലെ തന്നെയാണ് കട്ട് ചെയ്യുന്നത്. നമ്മൾ ബാക്ക് വേറെ ഫ്രണ്ട് വേറെ ആയിട്ട് കട്ട് ചെയ്യുന്നില്ല. രണ്ടും ഒരേ അളവിലാണ് കട്ട് ചെയ്യുന്നത്. നമുക്കിത് കട്ട് ചെയ്ത് കൊടുക്കാം. അപ്പം നമ്മൾ യോക്ക് ഭാഗം മാർക്ക് ചെയ്തു, യോക്ക് ഭാഗം കട്ട് ചെയ്തു. അപ്പോൾ യോക്ക് ഭാഗം നമ്മൾ കട്ട് ചെയ്ത് വെച്ചു അല്ലേ. ഇനി നമുക്ക് താഴെ ഭാഗം കട്ട് ചെയ്യണം. നമുക്ക് താഴെ ഭാഗം കട്ട് ചെയ്യുമ്പോൾ നമുക്ക് ടോട്ടൽ ലെങ്ത്ത് വരുന്നത് 30 ഇഞ്ചാണ് അല്ലേ. അപ്പോൾ 30ൽ നിന്ന് നമ്മൾ 11 ഇഞ്ച് യോക്കിന് വേണ്ടി കട്ട് ചെയ്തു. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? 30ൽ നിന്ന് -11 കുറക്കണം. ആ യോക്ക് ഭാഗം കുറച്ചിട്ട് എത്രയാണോ കിട്ടുന്നത് അതാണ് നമുക്കിവിടെ വേണ്ടത്. അപ്പോൾ യോക്ക് ഭാഗം കുറച്ചിട്ട് നമ്മൾ എത്ര കിട്ടിയത്? നമുക്ക് 19 ഇഞ്ചാണ് കിട്ടിയത്. അപ്പോൾ 19 ഇഞ്ചിൻ്റെ കൂടെ നമുക്ക് തയ്യൽ തുമ്പ് കൂടെ ആഡ് ചെയ്യണം. അപ്പോൾ തയ്യൽ തുമ്പ് ആഡ് ചെയ്യുന്ന സമയത്ത് നമ്മൾ അടിഭാഗം എത്രയാണോ മടക്കി തയ്ക്കുന്നത്, വീതിയിൽ മടക്കി തയ്ക്കുന്നവരാണെങ്കിൽ അതിനനുസരിച്ച് 2-3 ഇഞ്ചൊക്കെ നമുക്ക് വീതിയിൽ തയ്ക്കണം എന്നുള്ളവർക്ക് ഇടാം. അല്ലാത്തവർക്ക് 1-1.5 ഇഞ്ച് മതി. ഇപ്പോൾ നമ്മൾ സാധാരണ നമ്മളൊരു 1.5 ഇഞ്ചാണ് ആഡ് ചെയ്യുക. അപ്പോൾ നമ്മൾ 1.5 ഇഞ്ച് നമ്മൾ മാർക്ക് ചെയ്ത്, അപ്പോൾ 19 + 1.5 വരുമ്പോൾ നമുക്ക് എത്ര വരും? 20.5 വരും. അപ്പോൾ നമ്മളിവിടെ 20.5 മാർക്ക് ചെയ്തു. അപ്പോൾ നമ്മൾ 20.5 ലെങ്ത്ത് മാർക്ക് ചെയ്തു. ഇനി നമുക്കിതിൻ്റെ വിഡ്ത്ത് നമ്മൾ എങ്ങനെ കാൽക്കുലേഷൻ ചെയ്യുന്നത് വെച്ചാൽ, ഇതിൻ്റെ യോക്കിൻ്റെ ഈ ഫുള്ള് ഒരു ഭാഗത്തിൻ്റെ യോക്കിൻ്റെ 2 ഭാഗത്തല്ല ഒരു പീസ് യോക്കിൻ്റെ ഇവിടെ നമ്മൾ 1 ഇഞ്ച് തയ്യൽ തുമ്പ് ഉണ്ട്. അത് നമുക്ക് ഇവിടെയും കൂടെ 1 ഇഞ്ച് തയ്യൽ തുമ്പ് മാർക്ക് ചെയ്യാം. അപ്പോൾ നമുക്കിവിടെ വരുന്നത് 14.5 വരേണ്ടത് അല്ലേ. അപ്പോൾ നമുക്ക് തയ്യൽ തുമ്പ് കുറച്ചും കൂടെ ഇങ്ങോട്ട് നീങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമുക്കിവിടെ വരുന്നത് 15 വരുന്നുണ്ട്. 15 വരുന്നത്. അപ്പോൾ 15 ഡിവൈഡഡ് ഇൻറ്റു 2, 15 ഇൻറ്റു 2 അപ്പോൾ എത്ര വരുന്നത്? 15 ഇൻറ്റു 2 30 ഇഞ്ച്. അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് ഇങ്ങോട്ട് 30 ഇഞ്ച് വരണം. ഇവിടെ നമുക്ക് 30 ഇഞ്ച് വരണം. അപ്പോൾ നമ്മൾ ഒരു 2 ഇഞ്ച് കൂടെ ഏറെ ഇടാം കേട്ടോ. ഒരു 30-32 ഏറെ ഇടാം. എന്നാൽ നമുക്ക് പ്ലീറ്റ് ഇടുന്ന സമയത്ത് കുറഞ്ഞു പോയാലും നമുക്ക് പ്രശ്നമില്ല. അപ്പോൾ ഒരു ഭാഗം നമുക്ക് 30 ഇഞ്ച്, ഒരു യോക്കിന് 30 ഇഞ്ച്. അപ്പോൾ 2 യോക്ക് ബാക്ക് സൈഡും ഫ്രണ്ട് സൈഡും ഉണ്ടല്ലോ അല്ലേ. അപ്പോൾ നമ്മളിവിടെ ലെങ്ത്ത് മാർക്ക് ചെയ്തിട്ടുണ്ട്. ലെങ്ത്ത് നമ്മൾ എത്രയാണ് മാർക്ക് ചെയ്തത്? 19 + 1.5 ഇഞ്ച് തയ്യൽ തുമ്പ് കൂടിയിട്ട് ലെങ്ത്ത് നമ്മൾ മാർക്ക് ചെയ്തിട്ടുണ്ട് 20.5. അപ്പോൾ 20.5 നമുക്ക് ഇവിടെ നിന്ന് ഇങ്ങോട്ട് ലൈൻ വരഞ്ഞു കൊടുക്കാം.
നമ്മൾ ലെങ്ത് നമ്മൾ 20 മാർക്ക് ചെയ്തു. നമുക്ക് വേസ്റ്റിൻ്റെ റൗണ്ട് വരുന്നത് 15 ഇഞ്ചാണ് ഒരു വൺ സൈഡ്. അപ്പം നമ്മളിതിൻ്റെ ഡബിൾ എടുത്ത് 30 ഇഞ്ച്. ഇനി നമുക്ക് ഇത് രണ്ടായിട്ട് മടക്കാം. നമുക്ക് 2 പീസ് വേണം അല്ലേ. നമുക്ക് ആദ്യം ഇത് ഒരു പീസ് കട്ട് ചെയ്തെടുക്കാം. വേണമെങ്കിൽ കുറച്ചും കൂടെ അധികം എടുക്കാം കേട്ടോ, അത് കുഴപ്പമില്ല. നമുക്ക് ലാസ്റ്റ് വേണമെങ്കിൽ നമുക്കത് കട്ട് ചെയ്ത് കൊടുക്കാം. അതേ പീസ് നമ്മൾ ഒന്നുകൂടെ എടുത്ത് കട്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ 2 പീസ് ഫ്രണ്ടിനും ബാക്കിനും കൂടെ എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ പ്ലീറ്റ് വെക്കണം. ഇതിൻ്റെ പ്ലീറ്റ് വെക്കുമ്പോൾ നമ്മളിപ്പോൾ ഇതിന് കറക്റ്റായിട്ടാണ് നമുക്ക് പ്ലീറ്റ് വെക്കേണ്ടത്. പ്ലേറ്റിൻ്റെ കാൽക്കുലേഷനാണ് വേണ്ടത്. അപ്പോൾ പ്ലേറ്റിൻ്റെ കാൽക്കുലേഷൻ എങ്ങനെയാണെന്ന് വെച്ചാൽ, നമുക്കിപ്പോൾ ഇവിടെ എക്സ്ട്രാ തുണിയുള്ളത് നമുക്കിപ്പോൾ വേണ്ടത് ഇവിടെ നിന്ന് ഇങ്ങോട്ട് 15 ഇഞ്ചാണ്. ഈ 15 ഇഞ്ച് കൂടെ എക്സ്ട്രാ തുണി എത്രയാണോ ഉള്ളത്, അതായത് 15 ഇഞ്ച് കൂടെ നമ്മൾ എക്സ്ട്രാ എടുത്തിട്ടുണ്ടല്ലോ, ഇതിൻ്റെ ഡബിൾ എടുത്തിട്ടുണ്ട്. അപ്പോൾ 15 ഇഞ്ച് കൂടെ നമ്മൾ എക്സ്ട്രാ എടുത്തിട്ടുണ്ട്. അപ്പോൾ ആ എക്സ്ട്രാ എടുത്ത ക്ലോത്ത് നമുക്ക് ഉള്ളിലോട്ട് പോരണം. 15 ഇഞ്ച് മാത്രം മതി നമുക്ക് ഇങ്ങോട്ട്. അപ്പോൾ അതിൻ്റെ ആ ക്ലോത്ത് ഉള്ളിലോട്ട് പോരണം. അപ്പോൾ പോരാൻ വേണ്ടിയിട്ട് അപ്പോൾ അത് നമ്മൾ എന്ത് ചെയ്യണം, അതായത് 1 ഇഞ്ചിലാണ് നമ്മൾ പ്ലേറ്റ് ഇടുന്നതെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ആ 1 ഇഞ്ച് പ്ലേറ്റ് ഇടുമ്പോൾ നമുക്ക് മൊത്തം ടോട്ടൽ 2 ഇഞ്ച് പോവും. 1 ഇഞ്ച് നമ്മൾ ഇപ്പം നമ്മൾ ഇങ്ങനെ 1 ഇഞ്ചിലാണ് പ്ലേറ്റ് എടുക്കണമെന്നുണ്ടെങ്കിൽ മാർക്ക് ചെയ്ത് കാണിച്ചാൽ, ഇപ്പം നമ്മൾ 1 ഇഞ്ചിലാണ് പ്ലേറ്റ് എടുക്കണമെന്നുണ്ടെങ്കിൽ ഈ 1 ഇഞ്ചിൽ നമ്മൾ പ്ലേറ്റ് എടുക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ഈ 1 ഇഞ്ച് നമുക്ക് ഇങ്ങനെ പോവും. ഇങ്ങനെ പോകുമ്പോൾ നമ്മളിവിടെ 1 ഇഞ്ചും ഇതിൻ്റെ ഉള്ളിൽ 1 ഇഞ്ചും കൂടെ നമുക്ക് 2 ഇഞ്ച് പോവും. 2 ഇഞ്ച് പോവും. നമ്മൾ ഈ ഒരു മടക്ക് 1 ഇഞ്ചാണെങ്കിൽ ഈ 1 ഇഞ്ചും ഈ 1 ഇഞ്ചും കൂടെ നമുക്ക് 2 ഇഞ്ചാണ് പോവുക. അപ്പോൾ നമ്മൾ 2 ഇഞ്ചാണ് കാൽക്കുലേഷൻ ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് ഒരു പ്ലേറ്റ് നമ്മൾ 1 ഇഞ്ചിലാണ് പ്ലേറ്റ് എന്നുണ്ടെങ്കിൽ 2 ഇഞ്ച് കാൽക്കുലേഷൻ ചെയ്യണം. 1/2 ഇഞ്ചിലാണ് നമ്മൾ ഉള്ളിലോട്ട് മടക്കുന്നതെന്നുണ്ടെങ്കിൽ 1/2 ഇഞ്ച് പ്ലേറ്റ് മതി എന്നുണ്ടെങ്കിൽ നമ്മൾ അതിൻ്റെ ഇരട്ടി 1 ഇഞ്ചാണ് കാൽക്കുലേഷൻ ചെയ്യേണ്ടത്. ഇപ്പം നമുക്ക് വേണ്ടത് 2 ഇഞ്ചാണ് പ്ലേറ്റിൻ്റെ കാൽക്കുലേഷൻ വരെ 2 ഇഞ്ച്. അപ്പോൾ നമുക്ക് മൊത്തം ടോട്ടൽ യോക്ക് അതായത് 15 ഇഞ്ച് നമുക്ക് എക്സ്ട്രാ ക്ലോത്ത് വരുന്നത് 15 ഇഞ്ചാണ്. നമ്മൾ ക്ലോത്ത് നമ്മൾ എക്സ്ട്രാ എത്രയാണോ എടുത്തത് അതിൽ നിന്നാണ് ഈ 2 ഇഞ്ച് നമുക്ക് ഡിവൈഡ് ചെയ്യേണ്ടത്. ഇപ്പോൾ നമ്മളിവിടെ 15 ഇഞ്ചിൻ്റെ കൂടെ നമ്മൾ എത്ര ക്ലോത്താണോ എടുക്കുന്നത് ആ ക്ലോത്താണ് നമുക്ക് ഡിവൈഡ് ചെയ്യേണ്ടത്. 15 ഇഞ്ചാണ് നമ്മൾ എക്സ്ട്രാ എടുക്കുന്നത്, അല്ലെങ്കിൽ 20 ഇഞ്ചാണ് നമ്മൾ എക്സ്ട്രാ എടുക്കുന്നത്. എത്രയാണോ എക്സ്ട്രാ എടുക്കുന്നത് ആ എക്സ്ട്രാ എടുക്കുന്ന ക്ലോത്ത് അത്രയും നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ പ്ലീറ്റ് ആയിട്ട് വരണം. അപ്പോൾ അതിനാണ് നമുക്ക് കാൽക്കുലേഷൻ ചെയ്യേണ്ടത്. ഈ 15 ഇഞ്ചല്ല, ഈ 15ൻ്റെ കൂടെ നമ്മൾ വരുന്ന എക്സ്ട്രാ എത്രയാണോ ക്ലോത്ത് അധികം വരുന്നത് ആ ക്ലോത്തിൽ നിന്നാണ്, ആ ക്ലോത്തിൻ്റെ കാൽക്കുലേഷനാണ് നമ്മൾ എടുക്കേണ്ടത്. അപ്പോൾ നമുക്കിപ്പോൾ ഇവിടുന്ന് നമ്മൾ എക്സ്ട്രാ എടുത്തത് 15 ഇഞ്ചാണ്. നമ്മൾ എന്ത് ചെയ്യണം, 15 എക്സ്ട്രാ ക്ലോത്ത് എത്രയാണോ അത് 15 ആണെങ്കിൽ 15 എത്രയാണോ അപ്പോൾ നമുക്കുള്ളത് നമ്മൾ 15 ഇഞ്ചാണ്. അപ്പോൾ 15 ഹരിക്കണം 2. അപ്പോൾ നമുക്ക് വന്ന് 7.5 വരുന്നത്. അപ്പോൾ ഈ 7.5 നമ്മുടെ പ്ലേറ്റിൻ്റെ കാൽക്കുലേഷൻ. അപ്പോൾ നമുക്ക് 7.5 പ്ലേറ്റ് വരണം. അപ്പോൾ 7 പ്ലേറ്റ് എന്ന് പറയുമ്പോൾ അപ്പോൾ 8 ഇഞ്ച് നമുക്ക് പ്ലേറ്റ് കൊടുക്കാം. 1/2 ഇഞ്ച് എന്നുള്ളത് ഒന്നാക്കാം. അപ്പോൾ നമുക്ക് 8 പ്ലേറ്റാണ് വേണ്ടത്. അപ്പോൾ പ്ലേറ്റിൻ്റെ കാൽക്കുലേഷൻ ഇവിടെ നിന്ന് ഇങ്ങോട്ടുള്ള കാൽക്കുലേഷൻ നമുക്ക് എത്ര വേണം, 8 പ്ലേറ്റ് വേണം. നമുക്ക് 8 പ്ലേറ്റിൻ്റെ അളവ് കിട്ടി. അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് ഇങ്ങോട്ടുള്ള പ്ലേറ്റ് എത്രയാണോ വേണ്ടത് 8 വേണ്ടത്. അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് ഇങ്ങോട്ടുള്ള അകലം എത്ര അകലത്തിലാണ് നമ്മൾ പ്ലേറ്റ് എടുക്കേണ്ടതെന്നും കൂടി കാൽക്കുലേഷൻ ചെയ്യണം. അപ്പോൾ നമുക്ക് പ്ലേറ്റിൻ്റെ എത്ര പ്ലേറ്റ് എടുക്കണം എന്നുള്ള കാൽക്കുലേഷൻ കിട്ടി. ഇനി നമുക്ക് ഈ അതിൻ്റെ അകലം, അപ്പോൾ അതിൻ്റെ അകലം എത്രയാണെന്ന് വരുമ്പോൾ നമുക്ക് തയ്യൽ തുമ്പ് ഇല്ലാത്ത എത്രയാണോ, അപ്പോൾ തയ്യൽ തുമ്പ് നമ്മുടെ 1 ഇഞ്ചും പോകും. ഇവിടെ നമ്മൾ പ്ലേറ്റ് വരില്ല. അപ്പോൾ തയ്യൽ തുമ്പ് ഇല്ലാത്തൊരു കണക്ക് നമുക്ക് ഇവിടെ എത്രയാണ് വരുന്നത് നോക്കാം. നമുക്ക് 13 ഇഞ്ചാണ് നമ്മുടെ പ്ലേറ്റിൻ്റെ ഈ വേസ്റ്റിൻ്റെ യഥാർത്ഥ റൗണ്ട്. നമുക്ക് 13 ഇഞ്ചാണ് പ്ലസ് ഓരോ ഇഞ്ച് തയ്യൽ തുമ്പാണ് നമുക്ക് വരുന്നത്. നമ്മൾ 13 എത്രയാണ് നമ്മൾ പ്ലേറ്റിൻ്റെ പ്ലേറ്റ് എത്രയാണ് നമുക്ക് വരുന്നത് 8 അതായത് 7.5 നമ്മൾ റൗണ്ടാക്കി 8 അപ്പോൾ 8 പ്ലേറ്റാണ് നമുക്ക് വരുന്നത്. അപ്പോൾ ഇവിടെ നിന്ന് ഇങ്ങോട്ട് 13 വിഡ്ത്തുള്ളത്. 13 നമുക്ക് 8 ഡിവൈഡ് ചെയ്യാം. അപ്പോൾ നമുക്ക് 1.6 വരുന്നത്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ അകലം എത്രയെന്ന് വെച്ചാൽ 1.6
6 നമുക്ക് ഇതിൻ്റെ അകലം വരുന്നത്. അത് 1.5 0.1 ഇതാണ് നമുക്ക് അകലം വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് കാൽക്കുലേഷൻ മനസ്സിലായില്ലേ? ഇനി നമുക്ക് കാൽക്കുലേഷൻ മാർക്ക് ചെയ്യാം. ഇതിൽ നമ്മൾ ഇവിടെ നിന്ന് ഇങ്ങോട്ടും 1 ഇഞ്ച് നമുക്ക് തയ്യൽ തുമ്പ് പോകും അല്ലേ, 1 ഇഞ്ച് പോകും. ബാക്കി നമുക്ക് 1.6 ഇഞ്ചിൽ നമുക്കൊരു പ്ലേറ്റിൻ്റെ എണ്ണം നമുക്ക് 1 ഇഞ്ച്, ഇവിടെ ഒരു 1 ഇഞ്ച്, 2 ഇഞ്ച് വരും. പിന്നെ നമുക്ക് 1.6 ഇഞ്ച് പ്ലേറ്റിൻ്റെ 1 ഇഞ്ച് 1 ഇഞ്ച്, നമുക്ക് 1.6 ഇഞ്ച് ഇങ്ങനെ നമ്മൾ മാർക്ക് ചെയ്യാം. ഇനി നമുക്ക് ഈ പ്ലേറ്റ് നമുക്ക് ഒരു പിൻ വെച്ച് സെറ്റ് ചെയ്യാം. അപ്പോൾ ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് കറക്റ്റായിട്ട് നമുക്ക് ഇങ്ങനെ ഒരു പിൻ വെച്ചിട്ട് സെറ്റ് ചെയ്ത് കൊടുക്കാം. ഇനി അതേപോലെ ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് ഒരു ഇഞ്ച് 2 ഇഞ്ച് നമുക്ക് ഇവിടുന്ന് അപ്പോൾ നമ്മൾ എല്ലാ പ്ലേറ്റും സെറ്റാക്കി കൊടുക്കാം. അപ്പോൾ 1.6 ഇഞ്ചാണ് നമ്മുടെ അകലം, 1 ഇഞ്ചാണ് നമ്മുടെ പ്ലേറ്റിൻ്റെ അകലം. അപ്പോൾ മൊത്തം 2 ഇഞ്ച് പ്ലേറ്റിന്, 1 ഇഞ്ച് ഉള്ളിലോട്ടും 1 ഇഞ്ച് പുറത്തോട്ടും, 2 ഇഞ്ച് പ്ലേറ്റിന് മാർക്ക് ചെയ്യണം, 1.6 ഇഞ്ച് അകലം മാർക്ക് ചെയ്യണം. അങ്ങനെ എല്ലാം നമ്മൾ മാർക്ക് ചെയ്തിട്ട് ഓരോന്നായിട്ട് നമ്മളങ്ങനെ പിൻ ചെയ്ത് കൊടുക്കാം. അപ്പം അങ്ങനെ നമ്മൾ മൊത്തം പിൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഫുള്ളും പ്ലേറ്റ് ഇട്ടു. അപ്പോൾ നമുക്ക് എത്ര പ്ലേറ്റ് കിട്ടി? 1 2 3 4 5 6 7 8 പ്ലേറ്റ് കറക്റ്റായിട്ട് കിട്ടി. കണ്ടില്ലേ? നമ്മൾ കാൽക്കുലേഷൻ അനുസരിച്ച് 8 പ്ലേറ്റാണ് നമുക്ക് കിട്ടിയത്. നമുക്കിതിൽ വെച്ച് കൊടുക്കാം. നമുക്ക് 8 പ്ലേറ്റാണ് വേണ്ടത്. നമുക്ക് 8 പ്ലേറ്റ് കിട്ടി, കറക്റ്റായിട്ടും ഇങ്ങനെ കിട്ടി. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇതാണ് നമ്മുടെ കാൽക്കുലേഷൻ. ഇനി നമുക്ക് ഇതേപോലെ തന്നെ അടുത്തതും കൂടെ സെറ്റ് ചെയ്യാം. അപ്പോൾ നമ്മൾ 2 പ്ലേറ്റും ഇട്ടെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതെങ്ങനെ തയ്ക്കാൻ നോക്കാം. അപ്പോൾ നമുക്കിനി ഇതിൻ്റെ ഷോൾഡർ രണ്ടും ജോയിൻ ചെയ്ത് കൊടുക്കാം. ആദ്യം നമുക്കിതിന് ഷോൾഡർ ജോയിൻ ചെയ്ത് കൊടുക്കാം. നമ്മളതിന് ഷോൾഡർ ജോയിൻ ചെയ്ത് കൊടുത്തു. ഇനി നമുക്ക് ഇതിങ്ങനെ റൗണ്ടായിട്ട് തയ്ച്ചു കൊടുക്കാം. 2 മടക്കാക്കിയിട്ട് നെക്ക് തയ്ച്ചു കൊടുക്കാം. നെക്ക് തയ്ച്ചു കൊടുക്കുമ്പോൾ ഷോൾഡറിൻ്റെ ഭാഗം ഇങ്ങനെ ഒന്ന് വിരിച്ച് വെച്ച് 1/4 ഇഞ്ച് ചെറുതാക്കി മടക്കി തയ്ക്കണം കേട്ടോ. ഇത് വീതി കൂടിക്കഴിഞ്ഞാൽ നമുക്കിവിടെ വൃത്തിയിൽ തയ്ക്കാൻ പറ്റില്ല. ചെറുതാക്കി ഞാൻ മടക്കി തയ്ക്കാം. ഇവിടെ എത്തുമ്പോൾ ഇതിങ്ങനെ വിരിച്ച് വെച്ചിട്ട് ഇങ്ങനെ തയ്ച്ചു കൊടുക്കാം. ഇനി നമുക്ക് സ്ലീവ് ആം ഹോള് ഇതേപോലെ തന്നെ കൈക്കുഴിയും കൂടെ നമ്മൾ ഇങ്ങനെ മടക്കി തയ്ക്കാം.
നമ്മൾ നെക്കും കൈക്കുഴിയും മടക്കി തയ്ച്ചു. ഇനി നമുക്ക് ഈ നല്ല ഭാഗം എടുത്തിട്ട് ഇപ്പം നമ്മളിങ്ങനെ പിൻ ചെയ്ത് വെച്ച പീസ് ഉണ്ടല്ലോ, അതെടുത്ത് ഇങ്ങനെ തയ്ച്ചു കൊടുക്കാം. അതുപോലെ തന്നെ ഈ പ്രഭാഗം ഈ സൈഡ് ഒരു സൈഡ് നമ്മൾ തയ്ച്ചു. ഇനി ഒരു സൈഡ് യോക്കും അതേപോലെ വെച്ച് നമുക്ക് തയ്ക്കാം. അപ്പം നമ്മൾ രണ്ട് പ്ലേറ്റും വെച്ച് തയ്ച്ചു. ഇനി നമുക്ക് സൈഡ് ജോയിൻ ചെയ്യാം. ഇത് ഇത്രയേ ഉള്ളൂ. നമുക്ക് 1 ഇഞ്ച് അകലത്തിൽ സൈഡ് ജോയിൻ ചെയ്ത് കൊടുക്കാം. ഈ ഭാഗം കൂടെ ജോയിൻ ചെയ്ത് കൊടുക്കാം. നമ്മൾ 1 ഇഞ്ചാണ് വിട്ടിട്ടുള്ളത്. അപ്പോൾ അര ഇഞ്ച് മടക്കി തയ്ക്കാം. ഇനി നമുക്കതൊന്ന് അയൺ ചെയ്തെടുക്കാം. അപ്പോൾ അത്രയേ ഉള്ളൂ, നമ്മുടെ പെറ്റിക്കോട്ട് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞു. കണ്ടില്ല ഞറിയൊക്കെ എത്ര കറക്റ്റായിട്ട് വന്നിട്ടുണ്ടെന്ന്, ഒരേ അകലത്തിൽ ഞറി വന്നത് കണ്ടില്ല. അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ കാൽക്കുലേഷൻ വെച്ചിട്ട് പ്ലീറ്റൊക്കെ ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഇനി നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം.